വന്നിരിക്കുന്നത് ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു കുക്കറിൽ ഒരു 750 ഗ്രാം എല്ലില്ലാത്ത ബീഫ് വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ചില്ലിയാക്കാൻ വേണ്ടി വേവിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ വലിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കൂടുതൽ വെന്ത് കലങ്ങി പോകാൻ പാടില്ല. നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ രൂപത്തിൽ വേവിച്ചെടുക്കുക. ഞാൻ കുക്കർ മൂടി വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് ആ ഒരു രൂപത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു 3 വിസിൽ വന്നപ്പോൾ തന്നെ ഒരു കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ബീഫ് വെന്ത് വന്നപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് നമുക്ക് കുക്കർ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കുക. വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ബീഫ് ചില്ലിക്ക് വേണ്ടി ഇതങ്ങനെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ബീഫും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ക്രഷ്ഡ് ഡ്രൈ ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ വിനെഗർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇതും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിരുന്നു. 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഉടയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എണ്ണയിടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗമായതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒരിച്ചെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ചെയ്ത് നോക്കി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉണ്ടായ ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇനി ഇത് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടി എടുത്തിട്ട് ഒന്ന് ഫ്രൈ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.